സിനിമ ഒരിക്കലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണരുത്. അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സിനിമ കണ്ടത്, ഈ സിനിമ ഇറങ്ങിയത് മാർച്ച് ഏപ്രിൽ സമയത്തും തുടങ്ങി, ഏപ്രിൽ തുടങ്ങിയ സമയത്തും ഈ സിനിമ ഇറങ്ങി. ആ സമയത്ത് എക്സാം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. നല്ലൊരു ക്രൗഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമ ആ സമയത്ത് കണ്ട് ഒരുപാട് പേര് എൻജോയ് ചെയ്ത്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടത് വനിതാ സിനിപ്ലക്സിലാണ് മിക്ക സിനിമകളും അവിടെ കാണാറുള്ളത്. അവിടെ AJP അണ്ണനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവരെ കാണാൻ വേണ്ടിയല്ല പോണത്. എനിക്ക് അവിടുത്തെ പ്രൊജക്ഷൻ സൗണ്ടൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ആ തിയേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഓഡിയൻസ് ആണ്, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. ഓഡിയൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടല്ലോ. പക്ഷെ ആക്ച്വലി MJ ഫാൻസ്, മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ആ ഒരു കിങ് ഓഫ് പോപ്പ് മ്യൂസിക് എന്ന് അനായാസം നിസ്സംശയം പറയാവുന്ന ഒരു ലെജൻഡാണ്. പുള്ളിയെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല. സിനിമ കണ്ട് അങ്ങനെ പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പുള്ളി ആരാന്ന് നമുക്കറിയാം. മൈക്കിൾ ജാക്സന്റെ ഒരു ലെഗസി, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഒരു വേഴ്സിറ്റാലിറ്റി, ഒരു ആ ഒരു പുള്ളി എത്രത്തോളം ഫേമസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പുള്ളീനെ അങ്ങ് അവിടെ അറിയും. അതുപോലെ നമ്മുടെ നാട്ടിലെ ചന്തപ്പറമ്പിൽ പുള്ളിയുടെ പാട്ടുകൾ ഇവിടെ ഇടും, അവിടെ ഇടും. അതാണ് പുള്ളിയുടെ ആ ഒരു ലെഗസി എന്ന് പറയുന്ന സംഭവം, ആ ഒരു ഫെയിം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ജഫർ ജാക്സൺ ആണ് ഓൾറെഡി ഒരുപാട് പേര് പറഞ്ഞതാണ്. എനിക്ക് ഈ സിനിമയുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കണ്ട DCP, അതായത് ഇൻഡിപെൻഡന്റ് ഫോർ കാറ്റ്മോസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. സിനിമ ഒരു ഫ്ലാറ്റ് റേഷ്യോ പടമാണ്. ഇതൊരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനിലാണ് കണ്ടത്. പക്ഷെ ബ്ലാക്ക് ബാസ് രണ്ട് സൈഡിലും മറ്റേ പില്ലർ ബോക്സ് ഉണ്ടെങ്കിലും എനിക്ക് ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് പടം എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ചൈൽഡ് അബ്യൂസ് കേസ് ശരിക്കും ജാക്സൺ ശരിക്കും നല്ലപോലെ ഒരു തിരിച്ചടി ഉണ്ടായ ഒരു സംഭവമാണ് ആ ഒരു കേസ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ആക്ടേഴ്സിൻ്റെ പേര് ഞാൻ കുറച്ചു പോയി നോക്കി വെച്ചോളൂ. ഡയറക്ടർ ആന്റൺ ഫെക്കുവ. പുള്ളി ചെയ്തിരിക്കുന്ന ഈക്വലൈസർ എന്ന സിനിമ അതൊന്നും കണ്ടിട്ടില്ല. കാണാത്ത സിനിമയുടെ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നെ മ്യൂസിക് MJയുടെ സോങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാഡ് 1988 വരെയുള്ള സംഭവം ഇതിൻ്റെ അകത്ത് കാണിക്കണത്. പിന്നെ എൻ്റെ ഇത് ഒപ്പീനിയൻ പറയേണ്ട അങ്ങനെ സിനിമ ജസ്റ്റ് പോയി കാണാം അങ്ങനെ സാധനം. പക്ഷെ ഞാൻ കാണണ്ടെന്ന് ആദ്യമേ പറഞ്ഞത്, ഒരിക്കലും ഒരു ചത്ത ഓഡിയൻസ് സിനിമ കാണുന്നത്. നല്ലൊരു വൈബ് ഓഡിയൻസിന് കിട്ടുവാണെങ്കിൽ, നല്ലൊരു പാക്ഡ് തിയേറ്റർ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റ് കിട്ടിയാലും നിങ്ങൾ പോയി കാണണമെന്ന് ഞാൻ പറയുള്ളൂ. അതുപോലത്തെ ആ ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഓഡിയൻസ് കുഴപ്പമുണ്ടായില്ല. പക്ഷെ എനിക്ക് എന്നാലും സ്റ്റിൽ ഞാൻ എൻജോയ് ചെയ്തു. കാരണം MJയുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പുള്ളി ജഫർ ജാക്സൺ ആ ലെവലിലാണ് ഇതിൻ്റെ അകത്ത് MJ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരു രക്ഷ ഉണ്ടായില്ല ജഫർ ജാക്സന്റെ ചില സമയത്തുള്ള ഇവനൊരു ഡാൻസ് കളിക്കുമ്പോൾ ലെഗ് മൂവ്മെന്റ് ഉണ്ടല്ലോ, ലെഗ് മൂവ്മെന്റ് പോലും. പിന്നെ നമുക്കറിയാം മൈക്കിൾ ജാക്സൺ ഒരു കുട്ടികൾ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്ക് എതിരുണ്ടായ അലിഗേഷൻസും അതൊന്ന് കുറെ കൂടെ അഡ്രസ്സ് ചെയ്യാമെന്ന് തോന്നി. അതിനെതിരെ അല്ലെങ്കിൽ പുള്ളി അത്ര അനുഭവിച്ചിട്ടുണ്ട് പുള്ളി ലൈഫിൽ. പിന്നെ പെറ്റ്സിനോടുള്ള ഇഷ്ടം അതൊക്കെ കാണിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. പിന്നെ ടോക്സിക് അച്ഛൻ മകൻ ജോസഫ് ജാക്സൺ, ആ ഒരു ആക്ടറിന്റെ പേരൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടില്ല, മറന്നുപോയി. വായി കിട്ടുള്ളാത്ത പേരുകളാണ്. പിന്നെ ഡയറക്ടർ ഡയറക്ഷൻ പുള്ളി ആ ഒരു എഡിറ്റിംഗ് പോലും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കട്ടിങ് പാറ്റേൺസ്, ഇതിൻ്റെ ആ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ മൈക്കിൾ ജാക്സന്റെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ കൂടുതൽ മൈക്കിൾ ജാക്സന്റെ വേൾഡ് ടൂറും ഒക്കെയാണ് കാണിക്കുന്നത്. ഒരു കൺസേർട്ടും ബീലി ജീൻ കാണിക്കുന്നുണ്ട് സോങ്. പിന്നെ ബീറ്റിട്ട് ആകെ ഒരു മ്യൂസിക് വീഡിയോയുടെ ഒരു പോർഷനായിട്ട് ത്രില്ലർ മാത്രമേ കാണിക്കുന്നുള്ളൂ. മൈക്കിൾ ജാക്സന്റെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട മ്യൂസിക് ആൽബം അല്ലെങ്കിൽ ആ ഒരു സംഭവം ത്രില്ലറിൻ്റെ ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്, BTS പോലെ. പിന്നെ ബീറ്റിൻ്റെ ആ ഒരു ഹുക്ക് സ്റ്റെപ്പ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. പിന്നെ ആകെ മ്യൂസിക് വീഡിയോ അത്. പിന്നെ കൺസേർട്ട് മൈക്കിൾ ജാക്സന്റെ വേൾഡ് ടൂറൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ സർജറി ശേഷം, ഇപ്പോൾ ഫേസ് സർജറി ചെയ്തതിന് ശേഷമുള്ള മൈക്കിൾ ജാക്സൺ ആ ഒരു ഷോട്ട്, അത് മതി. ആ സീൻ ശരിക്കും മൈക്കിൾ ജാക്സൺ MJ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ കുറെ നേരം മൈക്കിൾ ജാക്സൺ MJ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ MJ പോകുന്ന പോലെയാണ് ആ ഒരു ഷോട്ടൊക്കെ തോന്നുന്നത്. കറക്റ്റ് MJ. ജഫർ ജാക്സൺ തോന്നുന്നില്ല, ഫസ്റ്റ് അഭിനയമാണെന്ന് അറിയില്ല. പക്ഷേ ഇതിന് അവാർഡ് കൊടുത്തില്ലെങ്കിൽ ഒരു നോമിനേഷൻ എങ്കിലും ഇതിന് കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ, ഫോർ ദ ബെസ്റ്റ് പോർട്രയൽ ഓഫ് മൈക്കിൾ ജാക്സൺ. പിന്നെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ഫേസ് തന്നെ കാണാൻ സാധിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ.
പലരും പറയുന്നത് ഇതിൻ്റെ എൻഡിങ് ഭയങ്കര അബ്രപ്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എനിക്കത് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. ഒരു പക്ക രീതിയിലാണ്. പിന്നെ ഇൻ്റർവെൽ ഈ സാധനം അറിയാലോ, ഹോളിവുഡ് സിനിമകൾക്ക് ഇവിടെ വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. ഹോളിവുഡ് സിനിമകൾക്ക് പൊതുവെ ഇൻ്റർവെൽ ഇല്ല. ഇതിന് പെട്ടെന്ന് ഇങ്ങനെ ഓഫ് ആയപ്പോൾ ഞാൻ കരുതി ഇതെന്ത് തിയേറ്റർ ഓഫ് ആയപ്പോൾ പെട്ടെന്ന് അവിടെ ഇൻ്റർവെൽ തന്നെ കാണിച്ചു. മുമ്പ് ഇതുപോലെ ഓപ്പൺ ഹേമർ കാണാൻ പോയപ്പോൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. മറ്റേ ഇൻ്റർവെൽ ആയപ്പോൾ പെട്ടെന്ന് അങ്ങ് ഓഫായി ഇൻ്റർവെൽ വന്നു. ഇത് നമ്മൾ തന്നെ കൊടുക്കുന്ന ഇൻ്റർവെൽ ആയിട്ട്, തിയേറ്ററുകാർ തന്നെ കൊടുക്കുന്ന ഇൻ്റർവെൽ ആയിട്ടാണ്. അല്ലെങ്കിൽ ആ പ്രിന്റിൽ അവർ ജസ്റ്റ് ഇങ്ങനെ ഒരു പോർഷനിൽ ഇൻ്റർവെൽ എടുത്തേ ഉള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമയിലൊക്കെ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് മൈക്കിൾ കാണാൻ പോയത്. പെട്ടെന്നെടുത്ത തീരുമാനം, ജസ്റ്റ് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. സെൻട്രൽ സൈറ്റ് തന്നെ കണ്ടുപിടിച്ചിട്ടു. സംഭവം ഒരു കൺസേർട്ട് ലെവലിലൊരു പടം കണ്ടതിൻ്റെ ഫീലിന് പ്ലസ് നമ്മൾ മിസ് ചെയ്ത MJയുടെ ചില കാര്യങ്ങൾ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഓക്കെ ഡിസപ്പോയിൻറ്റ് ചെയ്യേണ്ട. പുള്ളിയുടെ ആ ഒരു ബെസ്റ്റ് സൈഡ് മാത്രം എക്സ്പ്ലോർ ചെയ്ത് അത് ഓരോരുത്തരുടെ ക്രിയേറ്റീവ് ചോയ്സാണ്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ലയൺസ് ഗേറ്റ് ആയതുകൊണ്ട് നല്ല പ്രിൻ്റാണ് വെച്ചത്, നല്ല ക്വാളിറ്റി ഉണ്ട് ഈ പ്രിൻറ്റ്. ശരിക്കും ആ ട്രെയിലറിലൊക്കെ കാണുമ്പോൾ ഇത് IMAX കാണേണ്ട പണിയാണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബാങ്ക് ബാലൻസ് സമ്മതിച്ചില്ല. അതാണ് മൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഒരുപാട് കണ്ടുകൊണ്ട് ഞാൻ അധികം ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എല്ലാവരും ഇത് നല്ല ആദ്യം പറഞ്ഞുകൊണ്ടൊന്ന് കാര്യമൊക്കെ ഉണ്ട്. നല്ല പാക്ഡ് ഓഡിയൻസ് കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു ബുക്കിംഗ് കുറച്ചങ്ങ് ആയിട്ട് വേണം പോകാൻ. അതായത് ചാടിക്കയറി സെൻട്രൽ സീറ്റ് കിട്ടി നേരെ പോയിരുന്ന സത്യ ഓഡിയൻസിനൂടെ കണ്ട എൻ്റെ അവസ്ഥയാണ്. വനിത പോലെ അങ്ങനെ സത്യ ഓഡിയൻസ് വനിത അങ്ങനെയാണ്. അവിടെ നല്ല ഓളം ഉണ്ട്, പക്ഷെ ഒരു ബാലൻസ് ക്രൗഡാണ് അവിടെ. പക്ഷെ ചില പടങ്ങൾക്ക് തീരെ ഓളം ഉണ്ടാവില്ല, ക്ഷീണമായിപ്പോവും. അങ്ങനെയുണ്ട്. അതങ്ങനെ. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് തോന്നി നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി. ഓക്കെ ബൈ.